ഹായ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ CSSDയിലെ അറ്റയർ എന്താണെന്ന് പഠിച്ചു. ബേസിക് അറ്റയറും പഠിച്ചു, ഡീകണ്ടാമിനേഷൻ ഏരിയയിലെ PPയും പഠിച്ചു. ഇനി നമ്മൾക്ക് PP എങ്ങനെ ഡോണിങ്ങും ഡോഫിങ്ങും ചെയ്യാമെന്ന് പഠിക്കാം. തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് PP നമ്മൾ ധരിക്കേണ്ടത്? അപ്പോൾ നമ്മൾ വാഷിംഗ് ഏരിയ കയറുന്നതിന് മുന്നേ, PP ധരിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബേസിക് അറ്റയർ ഉണ്ട്. ഏതൊക്കെയാണ്? സ്ക്രബ് സ്യൂട്ട് ഉണ്ട്, ഹെഡ് കവർ ഉണ്ട്, ഷൂസ് ഉണ്ട്. ഇനി വാഷിംഗ് ഏരിയ കയറുമ്പോൾ നമ്മൾ ആദ്യം ഗൗൺ അല്ലെങ്കിൽ ജംപ് സ്യൂട്ട്, ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് ഗൗൺ അല്ലെങ്കിൽ ജംപ് സ്യൂട്ട് ആദ്യം ഇടുക. ദെൻ മാസ്ക് കെട്ടുക. ദെൻ ഗോഗിൾസോ ഫേസ് ഷീൽഡോ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിടുക. ദെൻ ഷൂ കവർ, ലാസ്റ്റ് ഗ്ലൗസ് ഇടുക. ഇതാണ് നമ്മളുടെ ഡോണിങ് മെത്തേഡ്. ഓർഡർ അതാണ്. ഇനി അതെങ്ങനെ റിമൂവ് ചെയ്യും? ഈ PP എങ്ങനെ നമ്മൾ വർക്കിന് ശേഷം റിമൂവ് ചെയ്യും? അത് ആദ്യം നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് ഷൂ കവർ കഴിഞ്ഞാൽ ഗ്ലൗസ്, ദെൻ ഗോഗിൾസ് അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് ഏതാണോ വെച്ചിരിക്കുന്നത് അതെടുത്ത് മാറ്റുക. ദെൻ ഗൗൺ, മാസ്ക്, ഹെഡ് കവർ, ലാസ്റ്റ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് നമ്മളുടെ ഡോഫിങ്ങിന്റെ ഓർഡർ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് മാറിയത്? ഷൂ കവർ, അത് കഴിഞ്ഞിട്ട് ഗ്ലൗസ് മാറി. അപ്പോൾ ഓർഡർ നമ്മളുടെ ഡോഫിങ്ങിന്റെ ഓർഡർ അല്ല കേട്ടോ, ഡോണിങ്ങിന്റെ ഓർഡർ അല്ല ഡോഫിങ്ങിൽ വരുന്നത്. റിമൂവ് ചെയ്യുന്ന ഓർഡർ വേറെയാണ്. ആദ്യം നമ്മൾ ഷൂ കവർ മാറ്റി, ഗ്ലൗസ് മാറ്റി, ദെൻ ഗോഗിൾസ് ഫേസ് ഷീൽഡ് മാറ്റി, ഗൗൺ മാറ്റി, മാസ്ക് മാറ്റി, ഹെഡ് കവർ മാറ്റി. അതിനെല്ലാം ശേഷം നമ്മൾ വാഷിംഗ് ഏരിയന്ന് ലീവ് ചെയ്യുന്നതിന് മുന്നേ, അവിടുന്ന് പോകുന്നതിന് മുന്നേ നമ്മൾ ഹാൻഡ് വാഷും ചെയ്തു. ഇത്രയുമാണ് നമ്മളുടെ ഡോഫിംഗ് ഓർഡറിലുള്ളത്. അത് പ്രത്യേകം നമ്മൾ ഓർത്ത് വെക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത പോർഷൻ, ഈ ഒരു സ്പ്രെഡ് നമ്മളുടെ CSSDയുടെ എൻവയോൺമെന്റിൽ ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം? നമ്മളുടെ എൻവയോൺമെന്റ്, ആ CSSDയുടെ എൻവയോൺമെന്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം? അത് നമുക്കിനി നോക്കാം. മാനേജിങ് ദ എൻവയോൺമെന്റ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ. The first step in maintaining environmental integrity is to control the traffic that enters and passes through the CS department. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എൻവയോൺമെന്റൽ കണ്ടീഷൻ പ്രോപ്പർ ആക്കി വെക്കാൻ വേണ്ടിയുള്ള, ബാക്ടീരിയ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ട്രാഫിക് കൺട്രോൾ ചെയ്യുക. ട്രാഫിക്, അതിലെ ആൾക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കൺട്രോൾ ചെയ്യുക. ദ അഫോർമെൻഷൻഡ് ഡ്രസ് കോഡ്സ് അപ്ലൈ ടു ഓൾ ഹു എൻ്റർ ദ CS ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അപ്പൊ മുകളിൽ പറഞ്ഞ ഡ്രസ് കോഡ് അനുസരിച്ചിട്ട് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ട്രാഫിക് കൺട്രോൾ അവിടെ വന്നു കഴിഞ്ഞു. സാധാരണ സ്ട്രീറ്റ് ക്ലോത്തിൽ കയറാമെന്നുണ്ടായിരുന്നെങ്കിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് ബുദ്ധിമുട്ട് വന്നേനെ. അപ്പോൾ എന്ത് പറ്റും? സ്പ്രെഡ് ഓഫ് മൈക്രോ ഓർഗാനിസം കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഡ്രസ് സ്റ്റാൻഡേർഡ്സ് ഫോർ വിസിറ്റേഴ്സ് വേരി ബിറ്റ്വീൻ ഫെസിലിറ്റീസ്. അതായത് വിസിറ്റേഴ്സിന്റെ ഡ്രസ് കോഡ്സ് മിക്കവാറും ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ചിട്ടും അവരുടെ രീതി വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇൻ സം ഫെസിലിറ്റീസ് ദേ മസ്റ്റ് ചേഞ്ച് ഇൻ ടു സർജിക്കൽ സ്ക്രബ്സ്, ഇൻ അതേഴ്സ് കവറോൾസ് ആർ റിക്വയർഡ്. ചില ഹോസ്പിറ്റലുകളിൽ സ്ക്രബ് സ്യൂട്ട് തന്നെ നിർബന്ധമായിട്ടും ഇടണമെന്ന് പറയും. ചില സ്ഥലങ്ങളിൽ അതിന്റെ മുകളിൽ കോട്ട്, ഗൗണോ അല്ലെങ്കിൽ ഗൗൺ ഇട്ടാലും മതിയാവും. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു. ചിലര് ഡിസ്പോസിബിൾ ജംപ് സ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ടെന്നുള്ളത്. ദെൻ CS technician must protect the integrity of the environment by enforcing traffic control guidelines. അപ്പൊ അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ട്രാഫിക് കൺട്രോൾ ഗൈഡ് ലൈൻസ് അവിടെ നടപ്പിലാക്കുക എന്നുള്ളത്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് CSSD ടെക്നീഷ്യൻസ് ആയ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ദിസ് മേ സംടൈംസ് മീൻ എഡ്യൂക്കേറ്റിംഗ് വിസിറ്റേഴ്സ് അബൌട്ട് ഡ്രസ് കോഡ് ആൻഡ് ട്രാഫിക് കൺട്രോൾ പ്രോട്ടോകോൾസ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ CSSDയിൽ വരുന്ന വിസിറ്റേഴ്സിനെയും നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോധവൽക്കരിക്കണം. Dress code requirements may change as CS technician move from one area to another. ഇനി നമ്മളുടെ CS ടെക്നീഷ്യൻസിന്റെ ഡ്രസ് കോഡ് ഓരോ ഏരിയന്ന് CSSD ടെക്നീഷ്യൻ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറുമ്പോൾ അതനുസരിച്ച് ഒരുപക്ഷെ ഡ്രസ് കോഡിൽ വ്യത്യാസം വരാം. For example, surgical scrubs and hair covering may be appropriate for the clean assembly area. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ പാക്കിംഗ് ഏരിയയിൽ സർജിക്കൽ സ്ക്രബ് സ്യൂട്ടും ഹെഡ് കവറും മാത്രം ഒരുപക്ഷെ മതിയാവും. പക്ഷേ OSHA റിക്വയർഡ് PP ഈസ് നെസസറി ഫോർ ദ ഡീകണ്ടാമിനേഷൻ ഏരിയ. അപ്പൊ ഡീകണ്ടാമിനേഷൻ ഏരിയയിലാവുമ്പോൾ അത്രയും പോരാ, PPയും കൂടെ വേണം. ആരുടെ ഗൈഡ് ലൈൻ പ്രകാരമുള്ള PP? OSHAയുടെ. ഡ്രസ് കോഡ്സ് ആർ ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ട്രാഫിക് കൺട്രോൾ. അതെ, ഡ്രസ് കോഡ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് ട്രാഫിക് കൺട്രോളിന് വളരെയേറെ പ്രാധാന്യം, ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു പാർട്ടാണ് ഡ്രസ് കോഡ് കീപ്പ് ചെയ്യാന്നുള്ളത്.
Then, therefore, CS technicians must understand what attire is appropriate in different areas. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഓരോ ഏരിയയിലും ഓരോ തരം ഡ്രസ് കോഡ് ആയിരിക്കും CSSDക്കാർക്ക് ഒരുപക്ഷെ ഫോളോ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് കൺട്രോൾ നമ്മൾക്ക് അതനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇഫ് ആൻ അൺഫെമിലിയർ ഏരിയ ആൻഡ് അൺഷുവർ ഓഫ് ദ അറ്റയർ റിക്വയർമെന്റ്സ് ആസ്ക് ബിഫോർ എൻട്രിങ്. ഇപ്പൊ നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലം നമുക്ക് ഫെമിലിയർ അല്ല, അതല്ലെങ്കിൽ അവിടെ ഏത് ഡ്രസ് കോഡാണ് വേണ്ടത് എന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ആ ഡ്രസ് കോഡിൽ വേണം നമ്മൾ കയറാനായിട്ട്. Areas that CS technician routinely travel through may have 3 separate traffic control or dress code requirements. അപ്പൊ നമ്മൾ ആസ് എ CSSD ടെക്നീഷ്യൻ നമ്മൾ മെയിൻലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ 3 തരം ഏരിയയിൽ കൂടെ പോകേണ്ടി വരും. ദാറ്റ് മീൻസ് അവിടെ എല്ലാം ട്രാഫിക് കൺട്രോൾ വരുന്ന സ്ഥലങ്ങളാണ്. 3 തരം ഏരിയ ഏതൊക്കെയാണ്? റെസ്ട്രിക്റ്റഡ് ഏരിയ, സെമി റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ഏരിയ. 3 ഏരിയ: സെമി റെസ്ട്രിക്റ്റഡ്, അൺറെസ്ട്രിക്റ്റഡ്, ദെൻ റെസ്ട്രിക്റ്റഡ് ഏരിയ. ആദ്യം റെസ്ട്രിക്റ്റഡ് ഏരിയ നോക്കാം. ഏരിയാസ് വേർ സ്റ്റെറൈൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആർ പെർഫോംഡ്. റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ പ്രൊസീജിയർ, സർജറികളോ അല്ലെങ്കിൽ അതുപോലത്തെ സ്റ്റെറൈൽ പ്രൊസീജിയറുകൾ നടക്കുന്ന സ്ഥലമാണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർജിക്കൽ സ്ക്രബ് അറ്റയർ, ഹെയർ കവറിംഗ്സ് ആൻഡ് മാസ്ക് ആർ റിക്വയർഡ് ഇൻ റെസ്ട്രിക്റ്റഡ് ഏരിയാസ്. അപ്പോൾ ചോദ്യം വരികയാണ്, റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ എന്ത് ഡ്രസ് കോഡാണ് വേണ്ടത്? അപ്പൊ എന്താണ്? സ്ക്രബ് സ്യൂട്ട് വേണം, ഹെഡ് കവർ വേണം, അതുകൂടാതെ നമുക്ക് മാസ്ക് വേണം. Those working within the sterile field are also required to wear a sterile surgical gown and gloves. ആ പ്രൊസീജിയർ ചെയ്യുന്നവര് നിൽക്കുന്ന ആ പ്രൊസീജിയർ ചെയ്യുന്നവര് ധരിക്കേണ്ടത് ഇതിന്റെ ഒപ്പം എന്തും കൂടെ വേണ്ടിവരും? ഗൗണും വേണ്ടിവരും, അതുപോലെ തന്നെ ഗ്ലൗസും വേണ്ടിവരും. അത് സ്റ്റെറൈൽ ആയിരിക്കണം. ഇത് രണ്ടും, സ്റ്റെറൈൽ ഗൗണും സ്റ്റെറൈൽ ഗ്ലൗസും അവര് ധരിച്ചിരിക്കണം. അപ്പൊ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് സ്ക്രബ് സ്യൂട്ട്, ഹെഡ് കവർ, മാസ്ക്. ഇനി സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നവര് ഇതിന്റെ കൂടെ എന്തും കൂടെ? സ്റ്റെറൈൽ ഗൗണും സ്റ്റെറൈൽ ഗ്ലൗസും ധരിച്ചിരിക്കണം. Then, semi-restricted areas in the OR such as access corridors to surgical suites must follow restricted dress codes. ഓപ്പറേഷൻ തിയേറ്ററിലെ സെമി റെസ്ട്രിക്റ്റഡ് ഏരിയയിലും എന്ത് വേണം? ഈ റെസ്ട്രിക്റ്റഡ് ഏരിയയിലെ ഡ്രസ് കോഡ് വേണം. അവിടെയും ഹെഡ് കവർ മാത്രം പോരാ, മാസ്കും നിർബന്ധമാണ് സ്ക്രബ് സ്യൂട്ടിന്റെ കൂടെ. ഇനി നമുക്ക് സെമി റെസ്ട്രിക്റ്റഡ് ഏരിയ നോക്കാം. അപ്പൊ ഏതാണ് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നുള്ളതും ഏതാണ് സെമി റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. അൺറെസ്ട്രിക്റ്റഡ് ഏരിയ നമുക്ക് വളരെയേറെ എളുപ്പമായിട്ട് മനസ്സിലാവും. ഇനി സെമി റെസ്ട്രിക്റ്റഡ് ഏരിയയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ്. ദീസ് ഏരിയാസ് ഇൻക്ലൂഡ് പെരിഫറൽ സപ്പോർട്ട് ഏരിയാസ് ടു ദ OR, CS ക്ലീൻ അസംബ്ലി ആൻഡ് സ്റ്റെറൈൽ സ്റ്റോറേജ് ഏരിയാസ്. ഏതൊക്കെയാണ് സെമി റെസ്ട്രിക്റ്റഡ് ഏരിയ? നമ്മളുടെ സ്റ്റെറൈൽ സ്റ്റോറേജ് ഏരിയ, സ്റ്റെറൈൽ സ്റ്റോർ, നമ്മളുടെ അസംബ്ലിംഗ് ഏരിയ, പാക്കിംഗ് ആൻഡ് അസംബ്ലിംഗ് ഏരിയ, അതുപോലെ OTയിലെ മറ്റ് ഏരിയകൾ. പെരിഫറൽ സപ്പോർട്ട് ഏരിയാസ് ടു ദ OR, അതാണ് നമ്മളടക്കമുള്ള മറ്റ് സ്ഥലങ്ങൾ. ദെൻ സർജിക്കൽ സ്ക്രബ് അറ്റയർ ആൻഡ് ഹെയർ കവറിംഗ്സ് ആർ റിക്വയർഡ് ഇൻ ദീസ് ഏരിയാസ്. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? സ്ക്രബ് സ്യൂട്ടും ഹെയർ കവറിംഗ്സും നിർബന്ധമായിട്ടും നമ്മൾ ധരിച്ചിരിക്കണം. ദെൻ അൺറെസ്ട്രിക്റ്റഡ് ഏരിയാസ്. ദീസ് ഏരിയാസ് ഇൻക്ലൂഡ് നോർമൽ ട്രാഫിക് ഏരിയാസ് സച്ച് ആസ് ഹോസ്പിറ്റൽ കോറിഡോർസ്, മോസ്റ്റ് ഓഫീസസ്, ലോക്കർ റൂംസ് ആൻഡ് ജനറൽ പബ്ലിക് ഏരിയാസ്. സ്ട്രീറ്റ് ക്ലോത്ത്സ് മേ ബി വോൺ ഇൻ അൺറെസ്ട്രിക്റ്റഡ് ഏരിയാസ്. അതായത് ആശുപത്രിയുടെ മറ്റു ഭാഗങ്ങൾ, നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ ക്യാൻറ്റീനിലോ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് അവിടെ എന്താണ്? അത് അൺറെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അവിടെ നമ്മൾ ധരിക്കേണ്ടത് എന്താണ്? സ്ട്രീറ്റ് ക്ലോത്ത്സ് ആണ്. ഓക്കെ, അവിടെ നമ്മൾ ഈ വേഷത്തിൽ പോവാനും പാടില്ല. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു. അങ്ങനെ നമുക്ക് സ്ക്രബ് സ്യൂട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാബ് കോട്ടോ അല്ലെങ്കിൽ ഒരു കവറോളോ ധരിക്കണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിക്കുകയുണ്ടായി. CS ഡിപ്പാർട്ട്മെന്റ്സ് യൂസ് സൈനേജസ് ടു അസിസ്റ്റ് ഇൻ ട്രാഫിക് കൺട്രോൾ. അപ്പൊ CS ഡിപ്പാർട്ട്മെന്റിൽ, നമ്മുടെ CSSDയിൽ നമുക്ക് അതുകൊണ്ട് സൈൻ ബോർഡുകൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ഏരിയ ആണെന്നും അവിടെ ഏത് ഡ്രസ് കോഡാണ് വേണ്ടതെന്നും എല്ലാവർക്കും മനസ്സിലാവും. ഓൾ റെസ്ട്രിക്റ്റഡ് ആൻഡ് semi-restricted areas also have signages that inform people entering the area about the need for specific dress codes. നമുക്ക് മാത്രമല്ല, വേറെ ആളുകൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും CSSDയിലോട്ട് കയറുന്നതിന്റെ സെമി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് അറിയാതെ വരുന്നവരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സൈനേജ് ഓരോ ഡോറിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഏരിയയിൽ ട്രാഫിക് കൺട്രോൾ നമുക്ക് തീർച്ചയായും കുറയ്ക്കാം. അതുവഴി നമുക്ക് സ്പ്രെഡ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ കുറയ്ക്കാനും സാധിക്കും.
ഇനി ഓഷയുടെ കുറച്ച് റൂളുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. അത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു അടുത്ത വീഡിയോയിൽ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അത് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഷ. ആ ഓഷയുടെ ബ്ലഡ് ബോൺ പാത്തോജൻസിന് വേണ്ടിയിട്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് അവർ ഇറക്കിയിരിക്കുന്ന കുറച്ച് നിയമങ്ങൾ, ഗൈഡ് ലൈൻസ്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് എംപ്ലോയേഴ്സ്, അതായത് ഫെസിലിറ്റീസ്, ഹോസ്പിറ്റലിന്റെ അധികൃതര് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.